നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 3.5 മാസത്തോളമായി ഭാഗികമായി മാത്രം പ്രവർത്തിച്ചു വരുന്ന കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളവും രാജ്യത്തെ തുറമുഖങ്ങളും 1 മാസത്തിനകം പൂർണ്ണമായും തുറക്കുമെന്ന വാർത്ത അധികൃതർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോഴത്തെ സൗദി അറേബ്യയുടെ നിർണായക തീരുമാനത്തിന് പിന്നാലെ കുവൈറ്റും വിലക്ക് നീക്കുന്ന വാർത്തയുമായി രംഗത്തെത്തുകയായിരുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള യാത്രാ വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ തീരുമാനം അധികൃതർ പിൻവലിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ വിമാനങ്ങൾക്കും കുവൈറ്റ് അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് മെയ് ആദ്യത്തിൽ തന്നെ കുവൈറ്റിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങൾക്ക് കൂടി വിലക്ക് ഏർപ്പെടുത്തി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഉത്തരവിട്ടത്. നിലവിൽ 3ാമതൊരു രാജ്യം വഴിയാണ് ഇന്ത്യൻ പ്രവാസികൾ നാട്ടിലേക്ക് പോരുന്നത്. വിലക്ക് നീങ്ങിയതോടെ നേരിട്ടുള്ള വിമാനങ്ങൾക്ക് ട്രാവൽസുകൾ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് കുവൈറ്റിലേക്കുള്ള വിമാന സർവീസുകൾക്ക് നേരത്തെ പ്രഖ്യാപിച്ച വിലക്ക് തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. അതിനാൽ നാട്ടിലുള്ളവർക്ക് കുവൈറ്റിലേക്ക് നേരിട്ട് വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ മറ്റു രാജ്യങ്ങൾ വഴിയാണ് ഇന്ത്യക്കാർ കുവൈറ്റിലെത്തുന്നത്. യാത്രാ വിമാനങ്ങൾക്ക് വിലക്കുണ്ടെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കാർഗോ വിമാനങ്ങൾ അനുവദിക്കുന്നതാണ്. രാജ്യത്തെ സ്വദേശികളുടെയും വിദേശികളുടെയും ആരോഗ്യ സുരക്ഷ പരിഗണിച്ച് ഘട്ടം ഘട്ടമായി മാത്രമേ രാജ്യത്തെ നിയന്ത്രണങ്ങൾ നീക്കി സാധാരണ നിലയിലേക്ക് തിരിച്ചു പോകാനാകൂ എന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കുവൈറ്റ് വിമാനത്താവളം ഭാഗികമായി മാത്രം പ്രവർത്തിപ്പിക്കുന്ന സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് ഫെഡറേഷൻ ഓഫ് കുവൈറ്റി ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാൻ മുഹമ്മദ് അൽ മുതൈരി രംഗത്തെത്തിയിരുന്നു. കോവിഡ് പ്രതിരോധത്തിന്റെ പശ്ചാത്തലത്തിൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. വാക്സിൻ എടുത്ത യാത്രക്കാരെ പ്രവേശിപ്പിക്കുന്നതിന് അനുവാദം നൽകാതിരുന്ന സർക്കാർ തീരുമാനം വലിയ അബദ്ധമായെന്നും വിമാനത്താവളത്തിലെ അനാവശ്യമായ നിയന്ത്രണങ്ങൾ നീക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓരോ മാസവും വിമാനത്താവളത്തിലെത്തുന്ന 12 ലക്ഷം യാത്രക്കാരെയാണ് ഈ നടപടി മൂലം നഷ്ടമായത്. ഇത് ടൂറിസം, വ്യോമയാന മേഖലകളെ സാരമായി ബാധിച്ചു. അതിനിടെ സ്വദേശികളും അവരുടെ അടുത്ത ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർക്ക് മെയ് 22-ന് ശേഷം കുവൈറ്റിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അവർ വാക്സിൻ എടുത്തവരായിരിക്കണമെന്ന് മന്ത്രിസഭ വ്യവസ്ഥ ചെയ്തിരുന്നു. ഇത് പ്രകാരം 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 2 ആഴ്ച കഴിഞ്ഞവർക്കും 1 ഡോസ് വാക്സിൻ എടുത്ത് 5 ആഴ്ച കഴിഞ്ഞവർക്കും ആദ്യ ഡോസ് എടുക്കുകയും പിന്നീട് കോവിഡ് മുക്തി നേടി 2 ആഴ്ച പിന്നിടുകയും ചെയ്തവർക്കാണ് കുവൈറ്റിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുമതി ഉണ്ടാകുക. വാക്സിൻ എടുക്കാൻ അർഹതയില്ലാത്ത കുട്ടികളെ നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.